മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും വ്യാപിച്ചു കിടക്കുന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ. കേവലം ആരാധനാകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശങ്ങളുള്ളതുപോലെ വസ്ത്രധാരണയുടെ കാര്യത്തിലും വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. സ്ത്രീകളും പുരുഷനും ഏതു തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയതായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത്തരം നിയമങ്ങളെ ലംഘിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമീങ്ങളും ഇസ്ലാമിന്റെ ഇത്തരം നിയമങ്ങൾ അംഗീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ തലമറക്കാതെ പുറത്തിറങ്ങുന്ന അനേകം മുസ്ലിം പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇത് അനുവദനീയമല്ലെന്ന് അറിയാത്തതിന്റെ പേരിലല്ല, ചില പ്രത്യേക സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന ദുർവാശി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരെ അനുകരിച്ചത് കൊണ്ടോ പരിഷ്കാര ചിന്ത കൊണ്ടോ ആണ് പലരും ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതത്തെപ്പറ്റി അവർ ആലോചിക്കാറില്ല. പൂർണ്ണമായ വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷത്തോടുകൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന അനേകം സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വർഗീയ വിഷം തുപ്പുന്ന ഇടുങ്ങിയ മനസ്സുള്ള ചില മാനേജ്മെന്റുകൾ ശിരോവസ്ത്രം അഴിച്ചു വെക്കുവാൻ നിർബന്ധം പിടിക്കുന്നുവെങ്കിൽ അവരെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന് നമുക്കെന്താ ഇത്ര നിർബന്ധം? അത്തരം സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരം പുലർത്തുന്നതോ ആയ അനേകം സർക്കാർ സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ശിരോവസ്ത്രം അണിയാതെ ഔറത്ത് വെളിപ്പെടുത്തി പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നതിലെ നിയമങ്ങളും അതിനെക്കുറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകളും നമ്മുടെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. യാ അയ്യുഹൻ നബിയ്യേ പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും അങ്ങ് പറയണം. വനിസാഇൽ മുഅ്മിനീന വിശ്വാസികളുടെ ഭാര്യമാരോടും പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ ജിൽബാബുകളെ മുഖത്തേക്ക് തലയിൽ നിന്ന് തൂക്കിയിടണമെന്ന് പറയണം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുന്നത് തന്റെ ഭാര്യമാരോടും പെൺമക്കളോടും മുഅ്മിനീങ്ങളുടെ സ്ത്രീകളോടും ഒക്കെ പറയുന്നത് അവരുടെ തലക്ക് മുകൾ ഭാഗത്തിലുള്ള അവരുടെ ജിൽബാബുകളെ തലയിൽ നിന്ന് മുഖത്തിന് നേരെ മുമ്പിലേക്ക് തൂക്കിയിട്ടുകൊണ്ട് നടക്കണമെന്നാണ് കൽപ്പിക്കുന്നത്. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. അമറല്ലാഹു നിസാഅൽ മുഅ്മിനീന ഇദാ ഖറജന മിൻ ബുയൂതിഹിൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോട് മുഅ്മിനീങ്ങളുടെ സ്ത്രീകളോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയ്യുഅത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന അവരെ തലക്ക് മുകൾ ഭാഗത്തിലൂടെ മുഖം മൂടിയിട്ട് വേണം നടക്കാൻ എന്നാണ്. വയുബ്ദീന ഐനം വാഹിദ ഒരേ ഒരു കണ്ണ് മാത്രം വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തലക്ക് മുകൾ ഭാഗത്തിലൂടെ ജിൽബാബിനെ മുഖത്തേക്ക് തൂക്കിയിട്ടുകൊണ്ട് നടക്കണമെന്നാണ് അല്ലാഹു തആല വിശ്വാസി സ്ത്രീകളോട് കൽപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അബ്ബാസ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണയാണ് ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇങ്ങനെ അല്ലാഹു തആലയുടെ ഇത്തരം നിയമങ്ങളെ ലംഘിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പും വിശുദ്ധമായ ഖുർആനിലുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും തന്നെ അനുയോജ്യമായ കാര്യമല്ല അല്ലാഹു തആല അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറ അവർക്ക് ഒരു മറിച്ചൊരു തീരുമാനമുണ്ടായിരിക്കൽ, അവരെ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യം.
എന്ത് എടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകൽ ഒരിക്കലും മുഅ്മിനീങ്ങൾക്കോ മുഅ്മിനാത്തുകൾക്കോ അനുയോജ്യമായ കാര്യമല്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ പ്രവാചകരോടും ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായ പിഴവിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹു തആലാന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകൾ അവർ അറിഞ്ഞുകൊള്ളട്ടെ, പേടിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വല്ല നാശങ്ങളും വന്നു ഭവിക്കലിന് അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ വന്നു ചേരലിനെ അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിയമങ്ങളെ നാം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ഇത്തരം ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണമായ മുഅ്മിനാവുകയില്ല ഞാൻ കൊണ്ടുവന്ന ആദർശത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകുമ്പോഴല്ലാതെ എന്ന്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം മുന്നറിയിപ്പുകളെ നമുക്ക് അവഗണിക്കാൻ വയ്യ. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നമ്മുടെ ശിരോവസ്ത്രത്തെ മാറ്റിവെക്കാനോ ഔറത്ത് വെളിപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുവാനോ നമുക്കൊരിക്കലും പറ്റുകയില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് അതിന് തടസ്സമാണെങ്കിൽ മറ്റൊരു സ്ഥാപനം തിരഞ്ഞെടുക്കുവാൻ ഇന്ന് നമുക്ക് സൗകര്യമുണ്ടല്ലോ. അല്ല, ഇനി മറ്റൊരു സ്ഥാപനം തിരഞ്ഞെടുക്കാൻ സൗകര്യമില്ലാത്തൊരു കാലമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ ഭൗതിക വിദ്യാഭ്യാസം തേടാൻ പറ്റൂ എന്ന സാഹചര്യം വന്നാൽ ആ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കുക എന്നല്ലാതെ ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിവെക്കാൻ ഒരു മുസ്ലിമിന് പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായിട്ട് ഗ്രഹിക്കുവാനും സത്യത്തെ പിൻപറ്റുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.